നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിൽ നാടകീയത അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്നത് ഒരു ട്വിസ്റ്റാണ്. CPM-ലേക്ക് പോകുമെന്ന് കരുതിയ സന്ദീപ് വാര്യർ ഇന്നിതാ പെട്ടെന്ന് കോൺഗ്രസ്സിലെത്തിയിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ ഷോളണിയിച്ച് സ്വീകരിക്കുന്നു. പിന്നീട് സന്ദീപ് വാര്യർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് സ്നേഹത്തിൻ്റെ കടയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയാണ് എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. അതായത് താൻ ഇതുവരെ പിന്തുടർന്ന ആദർശത്തെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയമാണ് സന്ദീപ് വാര്യരുടെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം. സന്ദീപ് വാര്യരെ നമുക്ക് മറക്കാനാവില്ല. മീഡിയ വണ്ണിനെതിരെ വരെ വലിയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ വിദ്വേഷ പരാമർശങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരാളെ കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ എന്തായിരിക്കും വോട്ടർമാരുടെ മനസ്സിൽ? ഇത് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായൊരു സംഭവം നമ്മളൊക്കെ മനസ്സിൽ വെക്കേണ്ടതും മറക്കാൻ പാടില്ലാത്തതും നമ്മൾ ഈ സംസാരിക്കുന്നത് രാഷ്ട്രീയക്കാരെക്കുറിച്ചാണ് എന്നതാണ്. മിയർ രാഷ്ട്രീയക്കാരെക്കുറിച്ച്, പക്ക രാഷ്ട്രീയക്കാരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ ഭയങ്കര തത്വചിന്തകരെക്കുറിച്ചോ ഭയങ്കര ദാർശനികന്മാരെക്കുറിച്ചോ അതിഭയങ്കരമായ ആദർശധീരന്മാരെക്കുറിച്ചോ ഒന്നുമല്ല. രാഷ്ട്രതന്ത്രജ്ഞരെക്കുറിച്ച് പോലുമല്ല. രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ളതാണ്. അവിടെ എത്തുമ്പോൾ രാഷ്ട്രീയം എന്നതിന് രാഷ്ട്രീയക്കാർ തന്നെ നൽകിയ ഡെഫിനിഷൻസ് ഓർമ്മ വരും. ഒന്ന് ബിസ്മാർക്ക് പറഞ്ഞത് രാഷ്ട്രീയം സാധ്യതയുടെ കലയാണ്. ദ ബെസ്റ്റ് നെക്സ്റ്റ് എന്നാണ് പറഞ്ഞത്. ഏറ്റവും അടുത്ത സാധ്യത ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം. 1920 നാഗ്പൂർ AICC-യിൽ ഗാന്ധിജിയുമായിട്ട് തെറ്റിയിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത് ഇയാളോടെ നിൽക്കാൻ ഞാനില്ല, ഇയാളെന്താ ചെയ്തു കൂട്ടുന്നതെന്നും എനിക്കറിയില്ല, ഇങ്ങനെയൊന്നുമല്ല, പൊളിറ്റിക്സ് ഈസ് ജെൻറ്റിൽമെൻസ് ഗെയിം എന്നാണ് പറഞ്ഞത്. ജെൻറ്റിൽമെൻസ് ആണെങ്കിൽ മൂപ്പർ കണ്ടത് ഗെയിമായിട്ടാണ്. അങ്ങനെ ഗെയിം, ആർട്ട് എന്നൊക്കെ പറയപ്പെടുന്നൊരു സാധനം പ്ലേ ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ലൊരു കളിക്കളമാണ് പാലക്കാട് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടിയുള്ള കളിയായിരുന്നു ആദ്യം കണ്ടിരുന്നത്. ഇപ്പം വരാൻ പോകുന്ന നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടി തലേ ദിവസം വരെ കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പിന് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് ബയോഡാറ്റ അയക്കുകയും AICC നേതാക്കളെയും പാർലമെൻ്ററി പാർട്ടി നേതാവിനെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ പോയി കണ്ടിട്ട് എനിക്ക് സീറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തൊരു ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം രാവിലെ കമ്മ്യൂണിസ്റ്റ് ആവുന്നു. മൂപ്പര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ഥാനാർത്ഥിയാവുന്നു. മൂപ്പര് അങ്ങനെ വരുന്നു, ഉറപ്പിക്കുന്നു. കോൺഗ്രസ് അവരുടെ ഒരു സ്ഥാനാർത്ഥിയാക്കി നിർത്തി അവിടെ ഉറപ്പിക്കുന്നു. അപ്പം ഈ തവണത്തെ സ്ഥാനാർത്ഥിത്വം ഉറച്ചു കഴിഞ്ഞു. പിന്നെയുള്ളത് അടുത്ത ടൈമിലെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി മത്സരിച്ച ആളായിരുന്നു ഈ സന്ദീപ് വാര്യർ. ഈ തവണ ഇനി 3 സ്ഥലത്തും സ്കോപ്പില്ല. BJP സ്ഥാനാർത്ഥി നിർത്തി, കമ്മ്യൂണിസ്റ്റുകാർ ഒരു കോൺഗ്രസ്സുകാരനെ സ്ഥാനാർത്ഥി നടത്തി, കോൺഗ്രസ്സുകാരൻ സ്ഥാനാർത്ഥി നടത്തി. അപ്പോൾ ഈ ടൈമിൽ സ്ഥാനാർത്ഥികൾ ഉറപ്പായി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പം വരാൻ പോകുന്ന ബെസ്റ്റ് നെക്സ്റ്റ് അടുത്ത അവസരത്തിൽ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് ആ മത്സരത്തിലായിരുന്നു സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ മത്സരിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് എനിക്കതിനൊരു മറുചോദ്യമാണുള്ളത്. എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പുറപ്പെട്ട സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ എത്തിപ്പെട്ടത്? ഇപ്പോൾ സന്ദീപ് വാര്യരെ പോലത്തെ ഒരാൾ ഏറ്റവും ബെസ്റ്റ് ടൈം കേരളത്തിൽ CPM-ന് ഏറ്റവും അത്യാവശ്യമുള്ള സമയത്തായിരുന്നു BJP-യിൽ നിന്ന് അങ്ങനെ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഒരു കേഡർ CPM-ലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നതും അതിൻ്റെ നേതാക്കൾ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ഒക്കെ ഉള്ള നേതാക്കൾ അയാളുമായിട്ട് സംസാരിച്ചു എന്ന് AK ബാലൻ അടക്കമുള്ളവർ പറഞ്ഞുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ അടക്കമുള്ളവർ സംസാരിക്കുകയും സ്വാഗതം ചെയ്യുകയും ഒക്കെ ചെയ്താണ്. എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ് നോക്കണം. ഇപ്പം ജാവദേക്കറുമായി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം അങ്ങോട്ട് പോയി ചർച്ച നടത്തി എന്നുള്ള ആരോപണം പോലും നിലനിൽക്കുകയാണ്. CPM നേതാക്കളും BJP-യിലേക്ക് വേണമെങ്കിൽ പോകും എന്നുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുകയാണ്. BJP-യിൽ നിന്ന് ഇങ്ങനെ അറിയപ്പെടുന്നൊരു കേഡർ CPM-ലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി ഇറങ്ങി പുറപ്പെടുന്നതും ചർച്ച നടത്തുന്നതും. CPM-ന് ഏറ്റവും അത്യാവശ്യമുള്ള സമയമായിരുന്നു BJP-ന്ന് ആൾക്കാരെ കൊണ്ടുവരാൻ. ആദ്യമല്ല, ഇതിൻ്റെ മുമ്പ് അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതേറ്റ് ആ സമയത്ത് വന്ന ഒരാളെ പോലും തടഞ്ഞു നിർത്തുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയുന്നില്ല. പിന്നീട് കേൾക്കുന്ന ഒരു സംഭവം ഇയാൾ കോൺഗ്രസ്സിൽ എത്തിപ്പെട്ടുന്ന എങ്ങനെ BJP-യിൽ നിന്ന് CPM-ലേക്ക് പുറപ്പെട്ട സന്ദീപ് വാര്യരെ ആരാണ് തള്ളി കോൺഗ്രസ്സിൽ എത്തിച്ചത് എന്നതാണ് എൻ്റെ ഒരു സംശയം. ഞാനതങ്ങനെ സംശയിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ പറഞ്ഞത്, ഇനി കാണാൻ പോകുന്നത്
തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ അവിടെ കാണാൻ പോകുന്ന കളി എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ CPM ആവർത്തിച്ച് ആരോപിച്ചു കൊണ്ടിരിക്കുന്നതും BJP അത് പിന്നെ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു ആരോപണം കോൺഗ്രസ് കള്ളവോട്ട് ഉയർത്തിയെന്നാണ്. കോൺഗ്രസ്സാണ് കള്ളവോട്ട് ഉയർത്തിയത്, നമ്മളല്ല കള്ളവോട്ട് ഉയർത്തിയത് എന്നുള്ളതല്ലേ. വേറെ ആരും കള്ളവോട്ട് ഉയർത്തിയില്ല, കോൺഗ്രസ്സാണ് കള്ളവോട്ട് ഉയർത്തി എന്ന് പറഞ്ഞാൽ പോളിംഗ് ബൂത്തിൽ കാണാൻ പോകുന്നത് വരുന്ന മുഴുവൻ വോട്ടുകളും, തങ്ങൾക്കെല്ലാം ഉറപ്പുള്ള മുഴുവൻ വോട്ടുകളും, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് പോകുമെന്ന് സംശയമുള്ള മുഴുവൻ വോട്ടുകളും BJPയും CPMഉം കൂടെ ഒരുമിച്ച് നിന്ന് തടയലായിരിക്കും ഉണ്ടാവുക. വോട്ട് പിന്നെ ഇത് ചെയ്യൽ, വോട്ട് ചാലഞ്ച് ചെയ്യലായിരിക്കും ഉണ്ടാവുക. വോട്ട് ചാലഞ്ച് ചെയ്യുന്ന മത്സരവും അതിനോട് ചേർന്നിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഇനി പോളിംഗ് ദിവസത്തിൽ അവിടെ നടക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരം CPM 2ാം സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ്. CPMന് 2ാം സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് CPM എന്തു ചെയ്യും? അതിൽ 1ാം സ്ഥാനത്ത് ആരെത്തിയാലും CPMൻ്റെ പ്രശ്നമില്ല, 2ാം സ്ഥാനത്ത് CPMന് എത്തണമെന്ന് മാത്രമാണ്. അങ്ങനത്തെ ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. ഈ സാഹചര്യമായതുകൊണ്ടാണ്, അത്തരമൊരു സാഹചര്യമായതുകൊണ്ടാണ് ഈ CPMലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഒരാൾ CPMലെത്താതെ കോൺഗ്രസ്സിലെത്തിപ്പെട്ട നാടകം പുറത്തു വരുന്നത്. അതിൻ്റെ പിന്നിൽ എന്ത് എന്നാണ് അന്വേഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സാഹിബ്, നമ്മൾ ഒരു മുമ്പും സന്ദീപ് വാര്യരൊക്കെ നമ്മുടെ ചർച്ചയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം ആദ്യമായിട്ട് ടെലിവിഷൻ ചർച്ചയിൽ വന്ന മീഡിയ കൊണ്ട് കേരള സമ്മിറ്റ് പ്രോഗ്രാം. ഓക്കെ. അപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരുപാട് വാക്കുകൾ നമുക്കറിയാം. വാക്കുകളിലൂടെ അദ്ദേഹം ഒരുപാട് ഉദ്ദേശം വമിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഇത്ര പെട്ടെന്ന് അങ്ങ് മാറാൻ പറ്റുമോ? അല്ല, അതാണ് ഞാൻ പറയാൻ വിചാരിച്ചൊരു കാര്യം. അതിനാണ് നൗഫൽ ചോദിച്ചത്. എന്നുവെച്ചാൽ നമ്മൾ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസ്സിലെത്തിയതിനെ കുറിച്ചുള്ള ചർച്ചകളിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു സംഗതി അയാൾ അങ്ങനെ കോൺഗ്രസ്സിലെത്തി, അയാൾ CPMൽ പോകുമെന്നായിരുന്നല്ലോ കരുതപ്പെട്ടത്, അങ്ങനെ കോൺഗ്രസ്സിലെത്തി എന്നുള്ളതാണ്. പക്ഷെ അതിന് മുമ്പൊരു വിഷയമുണ്ടല്ലോ, BJPയിൽ നിന്ന് ഒരാൾ ഇറങ്ങിയല്ലോ, അതേക്കുറിച്ച് ചർച്ച നടക്കുന്നില്ലല്ലോ. BJPയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിരുന്ന ആളാണ് സന്ദീപ് വാര്യർ. BJPയുടെ ഔദ്യോഗിക വക്താവായിരുന്നു അദ്ദേഹം. ടെലിവിഷൻ ചർച്ചകളിൽ ടെലിവിഷൻ ചർച്ചകളിൽ ഏതാണ്ട് എല്ലാ പബ്ലിക് ഡിബേറ്റുകളും പാർട്ടിയെ പ്രതിനിധീകരിക്കുക എന്ന് പറയുമ്പോൾ വളരെ ഗംഭീരമായി പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം BJPയിൽ എന്താണ് നടക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ടല്ലോ അതിനകത്ത്. അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ട കാര്യം ഒന്ന്, നമ്മൾ നോക്കുന്ന സന്ദീപ് വാര്യർ BJPക്ക് ആരായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, അല്ലെ സ്റ്റേറ്റ് സ്പോക്സ് പേഴ്സൺ ആയിരുന്ന ആളായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ അതിലപ്പുറം നമ്മൾ കാണേണ്ടത് BJPയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു യങ് ഫേസ് ആയിട്ട് നിൽക്കുകയായിരുന്നു അയാൾ. അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ നമ്മൾ BJP എടുത്തു കഴിഞ്ഞാൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ 3ാമത്തെ ഏറ്റവും വലിയ പാർട്ടിയാണത്. അങ്ങനെ ഒരു പാർട്ടി ആയിരിക്കെ തന്നെ ചെറുപ്പക്കാർക്കിടയിലുള്ള BJPയുടെ സ്വാധീനം എന്നത് അത് വളരെ കുറവായിരുന്നു. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക, കേരളത്തിലെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകൾ എടുക്കുക, അല്ലെങ്കിൽ കോളേജുകളുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം എടുക്കുക, അവിടെ ABVPയുടെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ടോ? ABVP എന്ന് പറയുന്നത് വളരെ എണ്ണം പറഞ്ഞ കോളേജുകൾ, തിരുവനന്തപുരത്തെ MG കോളേജ്, തൃശ്ശൂരിലെ കുന്നംകുളം വിവേകാനന്ദ കോളേജ്, കേരളവർമ്മ കോളേജ്, പാലക്കാട്ട് 1-2 കോളേജുകൾ, പിന്നെ മഞ്ചേശ്വരത്തെ 1-2 കോളേജുകൾ, ഇവിടെയല്ല ABVP ഉള്ളത്. അതിനകത്ത് ആ കുന്നംകുളത്തെ കോളേജ് ഇത്തവണ SFI പിടിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ SFI, KSU, MSF വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടന MSF ഇതിനേക്കാൾ പൊതുരാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിനേക്കാൾ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ള പാർട്ടിയാണ്. പക്ഷേ നോക്കൂ, പൊതുരാഷ്ട്രീയത്തിൽ അത്രയും വളരെ വളരെ എന്താ പറയുക ചെറിയ സാന്നിധ്യമായ വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഫ്രറ്റേണിറ്റി ക്യാമ്പസിൽ ഉണ്ടാക്കുന്ന ഒരു വിസിബിലിറ്റി പോലും നമ്മൾ ABVP കാണുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യുവതലമുറയിൽ BJPയുടെ സ്വീകാര്യത എന്ന് പറയുന്നത് പൊതുവേ അതിന് ഈ ഇലക്ട്രൽ രാഷ്ട്രീയത്തിലുള്ള സ്വീകാര്യത തട്ടിച്ചു വളരെ 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 പിറകിലാണ്. അല്ലെങ്കിൽ ഞാനൊരു ABVPക്കാരന് ജയ് അബ വിബ എന്ന് വിളിക്കുന്ന, ഞാനത് ആദ്യമായിട്ട് കേൾക്കുന്ന ബ്രണ്ണൻ കോളേജിൽ നിന്നാണ് ഈ ജയ് അബ വിബ എന്നുള്ളത്. ഇപ്പം ബ്രണ്ണൻ കോളേജിൽ പോയാൽ പോലും ആ മുദ്രാവാക്യം നമ്മൾ കേൾക്കണില്ല. അപ്പോൾ ഞാനൊരു ABVPക്കാരനാണ് എന്ന് ക്യാമ്പസിൽ പറയുവാൻ മടിക്കുന്ന ഒരു യുവതലമുറ. അങ്ങനെ യുവാക്കൾക്കിടയിൽ എന്താണ് വിസിബിലിറ്റി ഇല്ലാതെ പോയ, അല്ലെങ്കിൽ ആകർഷണീയത ഇല്ലാതെ പോയ ഒരു പാർട്ടിയായിരുന്നു BJP, അല്ലെങ്കിൽ റൈറ്റ് വിങ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ പുതിയൊരു ട്രെൻഡ് കാണുന്നത്. പുതിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ BJPക്ക് വേണ്ടി എന്നുള്ളതല്ല, വിശാലമായി പറഞ്ഞാൽ ഹിന്ദുത്വയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാരിങ്ങനെ വിസിബിളായി വരും നമ്മൾ കാണുന്നുണ്ട്. അതിൽ അഗ്രഗണ്യനായ ഒരാളാണ് സന്ദീപ് വാര്യർ, ശങ്കുട്ടി ദാസ്,
ഗോകുൽ യുവരാജ്, അതേപോലെ നമ്മുടെ ചർച്ചയിലൊക്കെ പറയുന്നത് മിഥുൻ കൃഷ്ണ, പ്രഫുൽ, ഓഫ് കോഴ്സ് യുവമോർച്ചയുടെ നേതാവായിരുന്ന പ്രഫുൽ, ഇവരൊക്കെ ഒരു പുതിയൊരു തരത്തിൽ പറയുന്നത് നൗഫൽ പറഞ്ഞ ഒരു വിദ്വേഷവും വെറുപ്പും ഒക്കെ ആണെങ്കിലും ഒരു കുറച്ചും കൂടി ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ലാംഗ്വേജിൽ അവർ സംസാരിക്കുന്നു. ഈ പറയുന്ന എന്താണ് തിരുവനന്തപുരത്ത് സുരേഷ്, RV ബാബു, ശശികല, ആ ടൈപ്പ് ബഹളവും വെറുപ്പും ഉണ്ടാക്കുന്ന ആ ഒരു ബ്ലെൻഡിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി ഒരു എന്താണ് ആർഗ്യുമെൻറ്റേറ്റീവ് യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉയർന്നു വരികയാണ്. നമുക്ക് അത് ഇവിടെ മാത്രമല്ല നാഷണൽ ലെവലിൽ തന്നെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഈ ഒരു കുറേ അധികം റൈറ്റ് വിങ് ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഈ കാലത്ത് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ വിക്രം സമ്പത്തിനെ പോലുള്ള ഹിസ്റ്റോറിയൻസ്, അങ്ങനെ അവർ ഭയങ്കര രസമാണ് അവരുടെ റൈറ്റിങ്സ് ഫോളോ ചെയ്യാന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആശയ പരിസരം എന്ന് പറഞ്ഞാൽ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ഡീകൊളോണിയൽ സ്റ്റഡീസ് ഉണ്ടല്ലോ, ഡീകൊളോണിയൽ സ്റ്റഡീസിൻ്റെ പാറ്റേൺ പിൻപറ്റിക്കൊണ്ടാണ് അവരുടെ റൈറ്റിങ്സ് പോകുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു ഡീകൊളോണിയൽ പ്രോജക്റ്റാണ്, വെസ്റ്റേൺ കൊളോണിയാലിറ്റി. ആക്ച്വലി ഡീകൊളോണിയൽ സ്റ്റഡീസ് ലോകത്ത് കൂടുതൽ ഫോളോ ചെയ്യുന്ന ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിയോ ലെഫ്റ്റിസ്റ്റുകൾ, അതേമാതിരി സബാൾട്ടൻ സ്റ്റഡീസിൻ്റെ ആൾക്കാർ, ഇസ്ലാമിസ്റ്റ് ഇൻ്റലക്ച്വൽസ്, ഇവരൊക്കെയാണ് ഡീകൊളോണിയൽ സ്റ്റഡീസ് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഈ പറയുന്ന യങ് ഹിന്ദുത്വ ബ്രിഗേഡ് ഉണ്ടല്ലോ, അവർ ഈ ഡീകൊളോണിയൽ സ്റ്റഡീസിനെ അതിൻ്റെ വൈജ്ഞാനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ കൊളോണിയാലിറ്റി മാത്രമല്ല, ഒരു ഇസ്ലാമിക് കൊളോണിയാലിറ്റി ഉണ്ട്, അതിനെ കൂടെ അപരസ്ഥാനത്ത് നിർത്തിയിട്ട് ഈ കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള ഒരു ഇൻഡിജിനസ് റെസിസ്റ്റൻസ് മോഡലാണ്, തദ്ദേശീയമായിട്ടുള്ള ഒരു പ്രതിരോധ സംരംഭമാണ് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു വൈജ്ഞാനിക പദ്ധതി കൂടെ ഇതിനകത്ത് ഉൽപ്പാദിക്കുന്നുണ്ട്. അങ്ങനെയാണ് എഡ്യൂക്കേറ്റഡ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലും പുതിയൊരു തരംഗമുണ്ടാക്കാനുള്ള ശ്രമം ദേശീയ തലത്തിൽ ഹിന്ദുത്വ ബ്രിഗേഡ് നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ ചുവട് പിടിച്ചുകൊണ്ടാണ് കുറച്ചധികം ചെറുപ്പക്കാർ കേരളത്തിൽ ഇങ്ങനെ കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻ്റലക്ച്വലായ ലാംഗ്വേജിൽ സംസാരിച്ചുകൊണ്ട് തുടങ്ങുന്നത്. അപ്പോൾ ആ നിലക്കുള്ള ഈ BJPയുടെ യങ് ബ്രിഗേഡിൻ്റെ ഫേസായി നിന്നിരുന്ന, അതിൽ തന്നെ ഏറ്റവും ആർഗ്യുമെൻറ്റേറ്റീവായി സംസാരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു സന്ദീപ്. അപ്പം അങ്ങനെ ഉള്ള സന്ദീപ് ദേശീയ തലത്തിൽ BJP ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് നിലനിൽക്കെ ആ നിലക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കരമായ ഭാവിയുള്ള നാസർക്ക പറഞ്ഞ ഒരു സാധ്യതകൾ ധാരാളമുള്ളൊരു ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് കേരളത്തിലെ BJPയിൽ നിന്ന് ഇറങ്ങി വരുന്നു? ഇതാണ് ആദ്യത്തെ വിഷയം. ഇറങ്ങി വന്നിട്ട് അങ്ങേരെ എവിടേക്ക് പോയിരുന്ന രണ്ടാമത്തെ വിഷയമാണ്. അപ്പോഴാണ് കേരളത്തിലെ BJP എന്ന് പറയുന്നത് എന്തുമാത്രം ഡിവൈഡഡ് ഹൗസാണ്, അതിനകത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഉള്ള നേരത്തെ തന്നെ ഉള്ള വാർത്തകൾ അത് ഇങ്ങനെ വീണ്ടും അടിവരയിടുന്നു. ഇന്ന് തന്നെ സന്ദീപ് പറയുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. എന്താണ് കരുവന്നൂരും കൊടകരയും വെച്ച് മാറി കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്ന, പങ്കുപറ്റലിൻ്റെ, ഈ വീതം വെപ്പിൻ്റെ രാഷ്ട്രീയം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കേരളത്തിലൊരു ഭരണകക്ഷിയാകാതിരുന്നിട്ട് പോലും ദീർഘകാലം കേരളം ഭരിച്ചിട്ടുള്ള പാർട്ടികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതകൾ എന്തൊക്കെയാണോ അതൊക്കെയും ഒരിക്കൽ പോലും ഭരിക്കാതെ തന്നെ ആവാഹിച്ച ഒരു പാർട്ടിയായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ കോൺഗ്രസിനെയും CPM-നെയും നമ്മൾ കുറ്റം പറയുമ്പോൾ അവർ കുറേ അധിക കാലം ഭരണത്തിൻ്റെ സൗകര്യങ്ങൾ അനുഭവിച്ച പാർട്ടികളാണ്. അതുണ്ടാക്കുന്ന സ്വാഭാവികമായ ജീർണതകളുണ്ടാവും. ഒരു തവണ പോലും ഒരു ജില്ലാ പഞ്ചായത്തിൽ പോലും അധികാരത്തിൽ വന്നിട്ടില്ലാത്ത, ഒരു തവണ പോലും മുഖ്യ പ്രതിപക്ഷം പോലും ആയിട്ടില്ലാത്ത BJPയിൽ ഈ പറയുന്ന ഭരണവർഗ പാർട്ടികളിൽ ഉള്ള ജീർണതകൾ എന്തൊക്കെയാണോ അതെല്ലാം സമ്പൂർണ്ണമായി സമ്മേളിച്ചൊരു പാർട്ടി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തത് ഈ പുറമേ കറിയാത്ത, മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത ജാതീയമായ എലമെൻറ്റുകളും ഈ സംഘർഷങ്ങളുണ്ട്. അപ്പം ആ മേൽജാതി കീഴ്ജാതി സംഘർഷമല്ല, പല നിലക്കുള്ള ജാതീയമായ മുൻവിധികൾ വെച്ചിട്ടുള്ള ജാതീയമായ ലൈനപ്പുകൾ അതിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ജാതീയമായ ലൈനപ്പുകൾ, BJPക്കകത്തുള്ള ജാതീയമായ ലൈനപ്പുകൾ BJPക്കകത്ത് ആഭ്യന്തര സംഘർഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചെറുപ്പത്തെ തരിമ്പും സ്വാധീനിക്കാൻ കഴിയാതിരുന്ന ഈ പാർട്ടിക്ക് അടുത്ത കാലത്തുണ്ടായുള്ള അതിൻ്റെ ഈ യൂത്ത് ബ്രിഗേഡിലെ പ്രധാനപ്പെട്ട ഒരു മുഖം, അതിൻ്റെ ഒരു ഫേസ് അതിനകത്ത് നിന്ന് ഇറങ്ങുന്നു എന്നുള്ളത് BJP രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെച്ചാൽ അവർക്കൊരു സെറ്റ് ബാക്ക് തന്നെയാണ്. സുരേന്ദ്രനും ടീമും അവർ ഈ പാർട്ടിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അവർക്ക് ഇനി കേരളത്തിൽ എന്താണ് നേടാൻ പോകുന്നതെന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ എല്ലാ ഇലക്ഷനും മുന്നോടിയായിട്ടൊരു ഓളം ഉണ്ടാക്കും സുരേന്ദ്രൻ. കുറേ അധികം A ക്ലാസ് മണ്ഡലങ്ങളുടെ ലിസ്റ്റൊക്കെ ഇറക്കും. ഈ A ക്ലാസ് മണ്ഡലം, കുറേ അധികം A ക്ലാസ് മണ്ഡലങ്ങളുടെ ലിസ്റ്റ് എന്തിനാണെന്നറിയോ?
ഫണ്ട് വരെ ഇത്രയും എ ക്ലാസ് ഫണ്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും അതിനനുസരിച്ച് ഫണ്ട് വരും. ഇതാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് സന്ദീപ് വാര്യർ ഇറങ്ങുന്നു വരുമ്പോൾ നോക്കൂ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പേരെടുത്ത് പറയാവുന്ന ഒരു ജനകീയ സമരം പോലും നടത്താൻ സാധിച്ചിട്ടില്ലാത്തൊരു പാർട്ടിയാണത്. ഈ പറയുന്ന വർഗീയ സ്വഭാവമുള്ള സമരമല്ലാതെ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ മുൻനിർത്തി, കേരളത്തിൻ്റെ വികസനം മുൻനിർത്തി എന്തെങ്കിലും തരത്തിലൊരു ജനകീയ ഇടപെടൽ നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അതിനെ അകമേ കൂടുതൽ ദുർബലമാക്കുന്ന സംഗതിയാണ്. പിന്നെ സന്ദീപ് വാര്യർ RSS BJP രാഷ്ട്രീയത്തെ ഞാൻ സമ്പൂർണ്ണമായി തള്ളിക്കളയുമെന്നാണ് സന്ദീപ് പ്രഖ്യാപിക്കുന്നത്. അപ്പം അങ്ങനെ ആര് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും അത് സ്വാഗതാർഹമായുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ RSS രാഷ്ട്രീയത്തെ തള്ളിക്കളയുന്നു, BJP രാഷ്ട്രീയത്തെ തള്ളിക്കളയുന്നു. ഇത് വെറുപ്പിൻ്റെ ഫാക്ടറിയാണ്, ഞാൻ വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ ഒരു തൊഴിലാളി മാത്രമായിരുന്നു എന്ന് പറയുന്നത്. അത് പൂർണ്ണ ബോധ്യത്തോടു കൂടിയും പൂർണ്ണ തിരിച്ചറിവോടും കൂടിയാണ് സന്ദീപ് അത് പ്രഖ്യാപിക്കുന്നതെങ്കിൽ അത് സ്വാഗതാർഹമായ കാര്യമാണ്. അങ്ങനെ ഒരാൾ വേറെ ഏത് പാർട്ടിയിൽ പോയി ചേർന്നാലും ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ ഞാനിതാ എൻ്റെ കാലിനടിയിൽ ചവിട്ടി മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണെങ്കിൽ അത് സ്വാഗതാർഹമായ കാര്യമാണ്. അയാൾ ഇറങ്ങി വന്ന് CPMലേക്ക് പോകുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. CPMൻ്റെ നേതാക്കളെല്ലാം അദ്ദേഹത്തെ മഹത്വപ്പെടുത്തുന്ന AK ബാലനും ഗോവിന്ദ മാഷൊക്കെ സന്ദീപിൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തുന്ന പ്രസ്താവന നടത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്, ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ്സിൽ സന്ദീപ് വന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും CPMമാർക്ക് അത് വെച്ചിട്ട് അതൊരു ക്യാമ്പയിനാക്കി മാറ്റാൻ പറ്റും. RSSകാരൻ ദേ വന്നിരിക്കുന്നു, RSSകാരനെ സ്വീകരിച്ചിരിക്കുകയാണെന്ന് പറയാൻ പറ്റും. പക്ഷെ ആ സാധ്യതയെ CPM നേരത്തെ ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ്. കാരണം സന്ദീപ് നല്ലവനാണ്, വ്യക്തിപരമായി നല്ലവനാണ്. സന്ദീപിനെ കുറിച്ചുള്ള മഹത്വങ്ങൾ നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ക്രിസ്റ്റൽ ക്ലിയറാണ്. അത് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഡിഫൻസ് ഇല്ല. CPMനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് ഇല്ലാതെ പോയി. ഇനിയിപ്പോൾ അയാൾ കോൺഗ്രസ്സിൽ വന്നതിനെ വിമർശിക്കാൻ പറ്റില്ല. ഇപ്പോൾ പാലക്കാട് എന്ത് ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ, പാലക്കാട് BJP നമുക്ക് പാലക്കാട്ടെ പ്രധാന മത്സരം BJPയും UDFും തമ്മിലാണ്. ആ CPM LDF അവിടെ 3-ാം സ്ഥാനത്തുള്ള പാർട്ടിയാണ്. അതല്ല, ഞങ്ങളും UDFും തമ്മിലാണ് മത്സരം, അല്ലെങ്കിൽ ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം, ഞങ്ങൾ 2-ാം സ്ഥാനത്താണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് CPM ഇതുവരെ ശ്രമിച്ചത്. ആ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ BJP 2-ാം സ്ഥാനത്തുള്ള BJP നമ്മൾ പുറമേക്കുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലോ തെരഞ്ഞെടുപ്പ് വിവാദങ്ങളോ ഒന്നും BJPയെ കാണുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയോ? അത് BJPയുടെ ഒരു സ്ട്രാറ്റജിയാണ്. ഒരു സ്റ്റാർ ക്യാമ്പയിനറെ പോലും അവിടെ ഇറക്കിയിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പാലക്കാട്ട് തമിഴ് മേഖലകളിൽ തമിഴ്നാട്ടിലെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയെ കൊണ്ടുവന്ന് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അതൊന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്ന് അറിയാം. പ്രധാനമന്ത്രി വന്നിരുന്നു. അതാ പറഞ്ഞ നാഷണൽ ലീഡേഴ്സ് ആരും വരുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർക്ക് സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. എന്നിട്ടും സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ ആരെയും അവിടെ ഇറക്കുന്നില്ല. എന്തുകൊണ്ടാണത്? പ്രതീതി ഉണ്ടാക്കാതെ ഞാൻ സൈലൻ്റായിട്ട് പറയുക, BJP വിജയിക്കുമെന്ന ഒരു പ്രതീതി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പുറത്ത് വോട്ടർ കൺസോളിഡേഷൻ ഉണ്ടാവും. BJPക്കെതിരെ ദ മോസ്റ്റ് വിന്നബിൾ പാർട്ടി ഏതാണ് എന്ന് നോക്കി ഒരു കൺസോളിഡേഷൻ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവരുത് എന്ന ചിന്തയിലാണ് BJP സൈലൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. BJP അടിത്തട്ടിൽ RSS കാര്യകർത്താക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ ഇറങ്ങിപ്പോകുന്നു എന്നുള്ളത് അവരെ ഡീമോറലൈസ് ചെയ്യുന്നൊരു സംഗതി തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPക്കെതിരായി ഞങ്ങളാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ അവരെ സഹായിക്കും. CPM ശ്രമിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരു RSകാരൻ അപ്പുറത്ത് കിടക്കുകയാണ് എന്ന് സന്ദീപിനെ ചൂണ്ടി പറഞ്ഞ് ഇപ്പുറത്ത് ആശയക്കുഴപ്പം, കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും CPM സ്വീകരിക്കുന്നൊരു സ്ട്രാറ്റജി. അത് ഇപ്പോൾ MP രാജേഷ് ഇന്നത്തെ പ്രസ്താവനയിൽ നിന്നൊക്കെ അതാണ് മനസ്സിലാവുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്തുകൊണ്ട് സന്ദീപ് വാര്യരെ നേരത്തെ CPM സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് അത് അത്ര യേശുവെന്ന് തോന്നുന്നില്ല. യെസ്, ഏതായാലും കാത്തിരുന്ന് കാണാം സന്ദീപ് വാര്യർ എന്ത് ചെയ്യുന്നു, കോൺഗ്രസ്സിന് എന്ത് സംഭവിക്കുമെന്നൊക്കെ.